ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അർച്ചനയും ചിന്നുവും വഴിയിൽ വെച്ച് സുമിത്ര ടീച്ചറെ കാണുകയാണ്. വണ്ടി നിർത്തി അവരങ്ങനെ സുമിത്ര ടീച്ചറോട് സംസാരിച്ച് നിൽക്കുകയാണ്. ടീച്ചർ അപ്പം അർച്ചനയോട് പറയുന്നുണ്ട്, ഞാൻ മോളെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു, ഒരു കാര്യം പറയാനുണ്ട്. അർച്ചനയ്ക്ക് അറിയാലോ, എനിക്ക് ആകെ ആശ്രയമായിട്ടുള്ളത് എൻ്റെ മകൻ ജയകൃഷ്ണനാണ്. എൻ്റെ ജീവിതത്തിൽ എന്നും സന്തോഷവും സമാധാനവും ഉണ്ടാവണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. പ്രതിസന്ധികളിലും അവൻ തളരാതെ നിൽക്കുന്നത് അവന്റെ അക്ഷരങ്ങൾ കൊണ്ടാണ്. അക്ഷരങ്ങൾ അവനെയും സ്നേഹിക്കുന്നു, അതൊരു അനുഗ്രഹമാണ്, 1000-ൽ ഒരുവന് കിട്ടുന്ന അനുഗ്രഹം എന്നങ്ങനെ ടീച്ചർ പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട്, എന്തോ ഒരു മനപ്രയാസമുണ്ടെന്ന് പറഞ്ഞിട്ടാണല്ലോ ടീച്ചർ തുടങ്ങിയത്, അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ടീച്ചർ പറയുന്നുണ്ട്, എൻ്റെ മോനെ കുറിച്ച് ആലോചിച്ചിട്ട് തന്നെയാണ് എൻ്റെ പ്രയാസം. അവന്റെ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നതോടെയാണ് അവൻ ഓരോ പ്രതിസന്ധികളും ഉണ്ടാവാൻ തുടങ്ങിയത്. അവനാകെ പിടിവിട്ടു പോയ പോലെയായിരുന്നു. മദ്യപാനം, പുകവലി എല്ലാം ഉണ്ടായിരുന്നു. ആ ദുശീലങ്ങളിൽ നിന്നൊക്കെ അവൻ എഴുത്തിന്റെ വഴിയിലേക്ക് വീണ്ടും വന്നപ്പോൾ ഞാൻ എല്ലാം ശരിയായെന്ന് കരുതി. പക്ഷേ വീണ്ടും ഇതാ തുടങ്ങി വെച്ച നോവൽ പോലും അവന് പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല. സ്വാധീനം കൊണ്ട് അവനിപ്പോ മദ്യപിക്കുന്നൊന്നുമില്ല, പക്ഷെ അവന്റെ മനസ്സ് അസ്വസ്ഥമാണ്. അവനൊരു സ്വസ്ഥതയുമില്ല. മനസ്സൊന്ന് നേരെ ആയാലല്ലേ എഴുതാനായി കഴിയൂ. ഡിവോഴ്സ് കിട്ടുമെന്ന് തോന്നലുണ്ടായപ്പോഴാണ് അവൻ എഴുത്തിലേക്ക് വീണ്ടും വന്നത്. പക്ഷെ ഇതാ ഇപ്പൊ വീണ്ടും ഡിവോഴ്സ് നടക്കില്ലെന്നറിഞ്ഞപ്പോൾ അവനാകെ അസ്വസ്ഥമാണ്. മോള കേസ് ഏറ്റെടുത്തിരുന്നുവെങ്കിൽ അവന് ഡിവോഴ്സ് കിട്ടുമായിരുന്നു. എൻ്റെ മോന് പുതിയൊരു ജീവിതം തന്നെ ഉണ്ടാവുമായിരുന്നു. ആ കേസ് ഏറ്റെടുക്കണമെന്ന് മോളെ ഞാൻ നിർബന്ധിക്കുന്നില്ല എന്നങ്ങനെ ടീച്ചർ പറയുന്ന സമയത്ത് അർച്ചനയ്ക്കും അത് കേട്ട് ഒരുപാട് സങ്കടാവുന്നുണ്ട്. അതിനുശേഷം അർച്ചന പറയുന്നുണ്ട്, എല്ലാം ശരിയാവും ടീച്ചർ വിഷമിക്കണ്ട എന്ന് പറയുകയാണ്. പിന്നീട് ജഗദീഷ് വക്കീലാണെങ്കിൽ വക്കീൽ ഓഫീസിലിരുന്ന് ഫോണിൽ വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, കോടതിയിൽ കേസ് തോറ്റാലും വീഡിയോ ഗെയിമിൽ ജഗദീഷ് വക്കീലിനെ തോൽപ്പിക്കാനാവില്ലടാ എന്ന് പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രവികുമാർ വരുന്നുണ്ട്. രവികുമാർ അങ്ങനെ ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ ജഗദീഷ് വക്കീൽ പറയുന്നുണ്ട്, ആ രവി നീ എത്തിയോ? ജയശങ്കർ ഇതുവരെ എത്തിയിട്ടില്ല. ഇപ്പൊ അയാൾക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഇന്നലെ ഇവിടെ രവിയുടെ കാര്യം പറയുന്നത് കേട്ടു എന്ന് പറയുമ്പോൾ രവികുമാർ പറയുന്നുണ്ട്, എന്നെ കുറിച്ച് കുറ്റായിരിക്കും അയാൾ പറഞ്ഞത്. എനിക്ക് ശരിക്കും ഇപ്പോൾ അയാളോട് പകയാണ് തോന്നുന്നത്. ഇത്രയും മോശപ്പെട്ട അനുഭവമല്ലേ അയാളിൽ നിന്ന് എനിക്കുണ്ടായതെന്ന് പറഞ്ഞ് രവികുമാർ അങ്ങനെ അന്ന് പോലീസുകാര് രവികുമാറിനെ പിടിച്ചുകൊണ്ടുപോയ കാര്യങ്ങളെല്ലാം ഓർക്കുകയാണ്. വീണ്ടും ജഗദീഷ് വക്കീലിനോട് പറയുന്നുണ്ട്, ഞാൻ അയാളുടെ ജൂനിയർ അഡ്വക്കേറ്റ് ആണ്, അല്ലാതെ അയാളുടെ വീട്ടുജോലിക്കാരനല്ല എന്നങ്ങനെ രവികുമാർ പറയുമ്പോൾ ജഗദീഷ് വക്കീൽ പറയുന്നുണ്ട്, രവി പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു. ഇനിയിപ്പോൾ അയാൾക്ക് പഴയ പ്രതാപത്തിലേക്ക് വരാനൊന്നും സാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉള്ള നേരം കൊണ്ട് നമുക്ക് നല്ല ഒരു വക്കീലിനെ തപ്പി കണ്ടുപിടിക്കണം. എത്രയും പെട്ടെന്ന് നിന്നിട്ട് അവരുടെ കൂടെ ചേരണം, അല്ലാതെ ഇയാളിൽ നിന്ന് നമുക്കിനി ഒന്നും കിട്ടാൻ പോകുന്നില്ലെന്ന് ജഗദീഷ് വക്കീൽ അങ്ങനെ പറയുമ്പോൾ രവികുമാർ തന്റെ ബാഗ് തുറന്ന് അതിൽ നിന്ന് ഒരു മദ്യക്കുപ്പി എടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അയാൾക്കുള്ള പണി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കാണുമ്പോൾ അയാൾക്ക് ഒരുപാട് സന്തോഷാവും. കുടിച്ച് നന്നാവാനൊന്നല്ലല്ലോ അയാള് ഇത് കുടിച്ച് നശിക്കട്ടെ എന്നങ്ങനെ രവികുമാർ പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വിജയ് ശങ്കർ വരുന്നുണ്ട്. അങ്ങനെ വിജയ് ശങ്കർ അവരോട് അങ്ങനെ ഗുഡ് മോർണിംഗ് പറയാണ്. ജഗദീഷ് വക്കീൽ അപ്പൊ പറയുന്നുണ്ട്, ഗുഡ് മോർണിംഗ് സാർ, സാറിന് വേണ്ടി രവി ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് എന്നങ്ങനെ പറയാണ്. രവികുമാർ അപ്പൊ തന്നെ തന്റെ ബാഗിലുള്ള ആ മദ്യക്കുപ്പി എടുത്ത് വിജയ് ശങ്കറിനെ കാണിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ വിജയ് ശങ്കറിന് ഒരുപാട് സന്തോഷാവുന്നുണ്ട്. വെരി ഗുഡ് രവിക്ക് വിവരമുണ്ട് എന്നങ്ങനെ പറയാണ്. അതിനുശേഷം വക്കീൽ ഓഫീസിലെത്തിയ അർച്ചനയും ദീപ്തിയും ഓരോ ചായ കുടിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അർച്ചന ഇപ്പോ സുമിത്ര ടീച്ചർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ദീപ്തിയോട് അങ്ങനെ പറയുകയാണ്. ഇതെല്ലാം കേട്ട് ദീപ്തി അർച്ചനയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ജെകെയുടെ കാര്യങ്ങളെല്ലാം ഓർത്ത് വിഷമമില്ലേ എന്നങ്ങനെ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഞാൻ എന്തിനാണ് വിഷമിക്കുന്നത്, അയാളിന്റെ നല്ലൊരു സുഹൃത്ത് മാത്രമാണ് എന്നങ്ങനെ അർച്ചന പറയുമ്പോൾ ദീപ്തി അങ്ങനെ പറയുന്നുണ്ട്, ജെകെയുടെ അമ്മ നിന്നോട് സങ്കടങ്ങൾ പറഞ്ഞു, അത് കേട്ടിതാ നീ ഇപ്പൊ ഫിലോസഫിയൊക്കെ പറയുന്നു. ജെകെ നിന്റെ നല്ലൊരു സുഹൃത്ത് മാത്രമാണെങ്കിൽ നീ ഈ വിഷയം എന്നോടിപ്പോ ചർച്ച ചെയ്യില്ലായിരുന്നു. ജെകെയുടെ സങ്കടങ്ങൾ നിനക്കും വല്ലാതെ വിഷമായിട്ടുണ്ട് എന്ന് ദീപ്തി അങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ടീച്ചർ പറഞ്ഞ വിഷമം ഞാൻ നിന്നോട് പറഞ്ഞതാണ് ചെയ്ത തെറ്റ്. എന്നോടും ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ നിന്നോടും ഒന്നും പറഞ്ഞിട്ടില്ല. കാര്യം തീർന്നില്ലേ, ഇനി പറഞ്ഞത് മതി. ജെകെ അയാൾക്ക് തോന്നുമ്പോ കഥയും നോവലൊക്കെ എഴുതട്ടെ. ചൊല്ലി നീ ഒരു കഥയുണ്ടാക്കണ്ട, ഓക്കെ എന്നങ്ങനെ അർച്ചന ദീപ്തിയോട് ദേഷ്യപ്പെട്ട് പറയാണ്. ദീപ്തി അപ്പോ ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് അർച്ചനയുടെ ഫോണിലേക്ക് ഒരു കോള്
വരുന്നത്. അർച്ചന കോൾ അറ്റൻഡ് ചെയ്യുന്നതും ഒരാൾ പറയുന്നുണ്ട്, എന്താ ഇപ്പോ വക്കീൽ ഓഫീസ് ബാറായോ, നിങ്ങൾ വിജയ് ശങ്കറിന്റെ ഓഫീസിലേക്കൊന്ന് വന്നു നോക്ക്, അപ്പൊ കാര്യം അറിയാമെന്ന് പറഞ്ഞ് അയാൾ അങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ്. അർച്ചന എന്താണ് സംഭവമെന്നറിയാൻ അപ്പൊ തന്നെ വിജയ് ശങ്കറിന്റെ ഓഫീസിലേക്ക് പോവുകയാണ്. വിജയ് ശങ്കറും രവികുമാറും ജഗദീഷ് വക്കീലുമാണെങ്കിൽ മദ്യക്കുപ്പിയെല്ലാം നിരത്തി വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വിജയ് ശങ്കറിന് അങ്ങനെ രവികുമാറും ജഗദീഷ് വക്കീലും മദ്യം ഒഴിച്ചു കൊടുക്കുകയാണ്. വിജയ് ശങ്കർ അങ്ങനെ അത് കുടിക്കാനായി നിൽക്കുമ്പോഴേക്കും ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് അർച്ചന വരികയാണ്. അർച്ചന എന്നിട്ട് വിജയ് ശങ്കറിനോട് പറയുന്നുണ്ട്, എന്താണ് നിങ്ങൾ ഇവിടെ കാണിക്കുന്നത്, ഇത് വക്കീൽ ഓഫീസാണ്, അല്ലാതെ നിങ്ങൾക്ക് മദ്യപിക്കാനുള്ള സ്ഥലമല്ല. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എനിക്ക് ഇതൊന്നും ഇവിടെ അനുവദിച്ചു തരാൻ കഴിയില്ല. നിങ്ങളിപ്പോ തന്നെ ഈ മദ്യം ഇവിടെ ഒഴിച്ചു കളയണമെന്ന് പറയുമ്പോൾ വിജയ് ശങ്കർ അർച്ചനയോടുള്ള ദേഷ്യത്തിൽ, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, വേണമെങ്കിൽ പോയി കേസ് കൊടുക്ക്, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യെന്നങ്ങനെ പറയുകയാണ്. എന്നിട്ട് വിജയ് ശങ്കർ ആ മദ്യം എടുത്ത് കുടിക്കാനായി പോകുന്നുണ്ടെങ്കിലും ആ മദ്യം അങ്ങോട്ടേക്ക് ഒഴിച്ചു കളയാണ്. എന്നിട്ട് അർച്ചനയോട് പറയുന്നുണ്ട്, ഈ പ്രസിഡന്റ്, നിന്നേക്കാൾ ഒരുപാട് വർഷങ്ങൾ ഞാൻ ഈ കോട്ടിട്ട് നടന്നതാണ്, ഒരുപാട് കേസുകൾ കൈകാര്യവും ചെയ്തിട്ടുണ്ട്, എന്നെ നീ അഭ്യാസം പഠിപ്പിക്കാൻ വരണ്ട. മാഡത്തിന്റെ ഓർഡറൊക്കെ കയ്യിൽ വെച്ചാൽ മതി, എനിക്ക് കുടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കുടിച്ചിരിക്കും, ഇതിപ്പോ ആര് പറഞ്ഞാലും ശരി. പക്ഷെ ഇപ്പൊ ഇത് ഞാൻ ഒഴിച്ചു കളഞ്ഞത് നീ ഉള്ളിൽ നിന്നിരുന്ന് സന്തോഷിക്കുന്നത് പോലെ മദ്യത്തിനൊരു അടിമയൊന്നുമല്ല, നിന്നെ തോൽപ്പിക്കുന്നതിലാണ് ഞാൻ ലഹരി കണ്ടെത്താൻ പോകുന്നത്. പറഞ്ഞത് മനസ്സിലായെങ്കിൽ ബാർ അസോസിയേഷൻ പ്രസിഡന്റിന് ഇവിടെ നിന്നും പോവാമെന്നങ്ങനെ പറയുമ്പോ അർച്ചന തിരിച്ചൊന്നും പറയാതെ ഇവിടെ നിന്നും ഇറങ്ങി പോവുകയാണ്. ഇതെല്ലാം വന്ന് അർച്ചന അങ്ങനെ ദീപ്തിയോട് പറയുകയാണ്. ദീപ്തി ഇതെല്ലാം കേട്ടുകൊണ്ട് പറയുന്നുണ്ട്, അങ്ങനെ കുടിക്കാനെടുത്ത മദ്യം വിജയ് ശങ്കർ ഒഴിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു സംഭവം തന്നെയാണ്. ഇപ്പോൾ അർച്ചനയുടെ വാക്കുകൾ അയാൾക്ക് കേൾക്കേണ്ടി വന്നില്ലേ എന്ന് ദീപ്തി അങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അതിലൊരു വാശി കൂടിയുണ്ട്, എന്നെ തോൽപ്പിക്കാമെന്നുള്ളതാണ് അയാളുടെ വാശി. അർച്ചന പറയുമ്പോൾ ദീപ്തി പറയുന്നുണ്ട്, അങ്ങനെ ആയിരിക്കാം, പക്ഷേ ഇവിടെ അതിൽ മറ്റൊരു വശം കൂടി ഉണ്ടെന്നാണ് ഞാൻ കാണുന്നത്. താഴെയിടടാ എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ മകൻ അനുസരിച്ചത് വാശിയോ ഭയം കൊണ്ടോ അല്ല, മറിച്ച് സ്നേഹം കൊണ്ടാണ്. ഇപ്പൊ ഞാനിത് പറയാൻ കാരണം വിജയ് ശങ്കറിന് എവിടെയോ നിന്നോട് ഇപ്പോഴും ഒരു സ്നേഹം ഒളിച്ചിരിപ്പുണ്ട്. ആയുധം കൊണ്ട് കീഴ്പ്പെടുത്തുന്നതിന് പകരം വാക്കുകൾ കൊണ്ടും കീഴ്പ്പെടുത്താവുന്നതാണ്. അവിടെ ഒരു സ്നേഹത്തിന്റെ സ്പർശമുണ്ട് എന്നൊക്കെ ദീപ്തി അങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, എല്ലാം അത് നിന്റെ തോന്നൽ മാത്രമാണ് ദീപ്തി. ജയശങ്കറും ഞാനും ഇപ്പൊ സമാന്തരങ്ങളായി പോകുന്ന രണ്ട് രേഖകൾ മാത്രമാണ്. ഈ ഒരിക്കലും ആ രേഖകൾ തമ്മിൽ കൂട്ടിമുട്ടില്ല. ആ അധ്യായം എപ്പോഴോ അവസാനിച്ചതാണെന്ന് അർച്ചന അങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം മഞ്ജുവിനെ സംശയം തോന്നിയ രുക്കു മഞ്ജുവിന്റെ ഫോണിൽ നിന്ന് മധു എന്ന് സേവ് ചെയ്ത ആ നമ്പർ എടുക്കുകയാണ്. എന്നിട്ട് രമ്യയോടും മുകുന്ദനോടും പോയി പറയുന്നുണ്ട്, ആ നമ്പർ ഒരു ആണിന്റെയാണ്. ഇതിനിടയിൽ മഞ്ജു ചേച്ചിക്ക് എന്തോ ഒരു കള്ളക്കളിയുണ്ട്, ഇപ്പൊ തന്നെ അയാളെ വിളിച്ച് ഈ കള്ളക്കളി ഇവിടെ സ്റ്റോപ്പ് ചെയ്യണമെന്നൊക്കെ രുക്കുവും രമ്യയും അങ്ങനെ മുകുന്ദനോട് പറയാണ്. മുകുന്ദനോട് എന്നിട്ട് ആ മധുവിനെ ഫോൺ വിളിക്കാനായി പറയുന്നുണ്ട്. ഒരു ആണാണെന്ന് കരുതി അയാൾക്ക് താക്കീത് കൊടുക്കാൻ വേണ്ടി മുകുന്ദൻ ആ നമ്പർ എടുത്ത് മധുവിനെ വിളിക്കുകയാണ്. എന്നാൽ ഫോൺ എടുക്കുന്നത് മധുബാലയാണ്. അങ്ങനെ മുകുന്ദൻ മധുബാലയോട് സംസാരിക്കുമ്പോഴാണ് അതൊരു പെണ്ണാണെന്നും മഞ്ജു വിളിച്ചത് മധുബാല എന്ന സ്ത്രീയെയാണെന്നൊക്കെ മുകുന്ദനും അവരും അങ്ങനെ അറിയുന്നത് ഒടുവിൽ നേക്കിയുടെ ഭാര്യ മധുബാലയാണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. രുക്കു ആണെങ്കിൽ താൻ വിചാരിച്ചതും സംശയിച്ചതെല്ലാം തെറ്റാണെന്ന് മനസ്സിലാക്കി ആകെ നാണം കെട്ടൊന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ്. മധുബാലയാണെങ്കിൽ അവരോട് ദേഷ്യപ്പെടുന്നുണ്ട്, ഓ മഞ്ജു, എന്റെ പേര് മധു എന്നാണോ സേവ് ചെയ്ത് വെച്ചത്, അതിന്റെ പേരിലാണോ നിങ്ങൾ എന്നെ വിളിച്ച് സംശയിച്ചത്, ഒരു രഹസ്യം അന്വേഷണമാണെന്ന് എനിക്ക് മനസ്സിലായി, അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ, ഇനി ഫോൺ വെക്കാമല്ലോ, ഓരോരോ സംശയങ്ങൾ എന്ന് പറഞ്ഞ് മധുബാല അങ്ങനെ ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്യാണ്. കാര്യം അറിയാതെ ഇങ്ങനെ ഓരോ കേസ് കെട്ടുകൾ കൊണ്ടുവന്നതിന് മുകുന്ദൻ രമ്യയോടും രുക്കുവിനോടും ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. പിന്നാലെ തന്നെ മുകുന്ദേട്ട എന്ന് വിളിച്ചുകൊണ്ട് രമ്യയും പോവുകയാണ്. രുക്കു ആണെങ്കിൽ മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, മഞ്ജു ചേച്ചിയും ജേക്കിയുടെ ഭാര്യ മധുബാലയും തമ്മിൽ എന്താണ് കണക്ഷൻ എന്ന സംശയം രുക്കുവിനുണ്ടാവുകയാണ്. അതിനുശേഷം അച്ചു അങ്ങനെ പോലീസ് ജീപ്പിൽ പോകുന്ന വഴിക്ക് ഒരു പെൺകുട്ടി പെട്ടെന്ന് വണ്ടിക്ക് മുന്നിൽ വന്ന് ചാടുകയാണ്. എന്നിട്ട് പേടിച്ചുകൊണ്ട് ആ പെൺകുട്ടി നിലവിളിക്കുന്നുണ്ട്, അയ്യോ എന്നെ രക്ഷിക്കണേ, രക്ഷിക്കണേ സാറേ, ദാ അയാൾ എന്നെ കൊല്ലാൻ വരുന്നു എന്നൊക്കെ പറയാണ്. അച്ചു അപ്പൊ ചോദിക്കുന്നുണ്ട് ആരാണ് എന്ന്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഒരു ചെറുപ്പക്കാരൻ കയ്യിൽ കത്തിയുമായി ആ പെൺകുട്ടിയെ കൊല്ലാനായി വരികയാണ്. കല്യാണം കഴിഞ്ഞ സ്ത്രീയാണത്. അയാളെ കാണുന്നതും പേടിച്ച് അച്ചുവിന് പിന്നിൽ ആ പെൺകുട്ടി അങ്ങനെ പേടിച്ച് നിൽക്കുക.
നിൽക്കുകയാണ്. അച്ചു ആ പെൺകുട്ടിയെ സേഫാക്കി നിർത്തുന്നുണ്ട്. എന്നിട്ട് അയാളോട് എന്താ കാര്യമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ആറെ അവളിങ്ങു വിട്ടുതാ, ഇവളോട് കുറച്ച് കണക്കുകൾ തീർക്കാനുണ്ട് എന്ന് അയാൾ പറയുമ്പോൾ അച്ചു പറയുന്നുണ്ട്, നിനക്ക് എന്താ വേണ്ടത്, മര്യാദയ്ക്ക് പോടാ എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, സാറേ എന്നെ വിട്ടുകൊടുക്കരുതേ, അയാൾ എന്നെ കൊല്ലുമെന്ന് പറയാണ്. അങ്ങനെ അച്ചുവും അയാളും തമ്മിൽ ഒരു കയ്യാങ്കളിയാവുകയാണ്. കത്തി പിടിച്ചുകൊണ്ട് അവർ രണ്ടുപേരും അങ്ങനെ നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.